ദളിത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, സമൂഹത്തിൽ വിളുമ്പിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടി, അധസ്ഥിതർക്ക് വേണ്ടി ഒക്കെ ഏറെ അധ്വാനിച്ച് അവരെ ചേർത്തു പിടിച്ച നല്ല ഇടയനായ വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചന്റെ തിരുനാൾ ദിവസമാണ്. ഈശോ നമ്മളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ കെയർ ചെയ്തു എന്ന് മാത്രമല്ല അർത്ഥം. അവൻ നമ്മളെ ഒന്ന് പരിഗണിച്ചു എന്നല്ല അർത്ഥം. അവൻ നമുക്ക് അവന്റെ ജീവൻ നൽകി. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും അതുപോലായിരുന്നു. ഈ സാധുക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുകയായിരുന്നു. ആരോഗ്യം മറന്ന്, ഒരുപക്ഷെ നിന്നാപമാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആയുസ്സിലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറന്ന് സ്വന്തം ജീവനെ കാര്യമായിട്ട് എടുക്കാതെ ജീവൻ അവർക്ക് വേണ്ടി സമർപ്പിച്ച്, ലേയിങ് ഓഫ് വൺ ലൈഫ്, അത് വിട്ടുകൊടുത്ത്, ജീവൻ വിട്ടുകൊടുത്ത് അവരെ സ്നേഹിച്ചു. നല്ല ഇടയനായിട്ട് മാറി. രക്തസാക്ഷികളുടെ നിണം, ചോര ക്രിസ്തീയതയ്ക്ക് വിത്താണ്. അതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തേവറപ്പറമ്പിൽ കുഞ്ഞച്ചൻ രക്തസാക്ഷിയല്ല, ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചയാള്. അത്തരം വിശുദ്ധരുടെ സാക്ഷ്യം വിശുദ്ധിയുടെ വിത്താണ്. സ്വയം വിട്ടുകൊടുത്ത് കർത്താവിനോട് ചേർന്ന് സഹനങ്ങളെ കാഴ്ചവെച്ച് ജീവിക്കുന്ന വിശുദ്ധരുടെ സാന്നിധ്യം ഇനിയൊരു തലമുറയ്ക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വിത്ത് അവർ വിതയ്ക്കുകയാണെന്ന് നമുക്കും ആത്മശോധന ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വാഴ്ത്തപ്പെട്ട തേവറപ്പറമ്പിൽ കുഞ്ഞച്ചനെ ധ്യാനിക്കുന്ന, തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കുഞ്ഞച്ചനെ പോലെ കർത്താവ് തമ്പുരാൻ പഠിപ്പിച്ച പാഠത്തിൽ ഇടയധർമ്മം, ആടുകളെ അറിഞ്ഞ് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ഈ വഴിയിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ കർത്താവിന്റെ കുരിശോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ പ്രചോദനം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം.